മല്ലു ബ്രീഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു വെജിറ്റബിൾ ചോപ്പറിനെ കുറിച്ചാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ബ്രീഡേഴ്സ് എല്ലാവരും തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എഗ് ഫുഡ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ എഗ് ഫുഡ് നമ്മുടെ അലങ്കാര പക്ഷികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടാണ് എഗ് ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വെജിറ്റബിൾ കട്ട് ചെയ്യാനും ചോപ്പ് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ മെയിനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിലാണ്. ഇതൊരു ചോപ്പറാണ്. പക്ഷേ ഇത് രണ്ടാമത്തെ ഞാനിതിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതെല്ലാം കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ സാധനമൊക്കെ ഒടിഞ്ഞു പോവുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. ഈ ബ്ലേഡെല്ലാം ഇതേപോലെ ഒടിഞ്ഞു പോകുന്നു. അത് മാത്രമല്ല, വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിൽ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. നമുക്ക് ഒരുപാട് സമയം വേണം, ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കാരണം എഗ് ഫുഡ് ഉണ്ടാക്കാൻ തന്നെ പലപ്പോഴും നമുക്ക് മടിയാണ്. എന്നാൽ നമ്മുടെ പക്ഷികൾക്ക് എഗ് ഫുഡ് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് എഗ് ഫുഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പുതിയ ഒരു വെജിറ്റബിൾ ചോപ്പർ ഞാൻ പരിചയപ്പെട്ടത്. ഇത് വളരെ നമ്മുടെ ബ്രീഡേഴ്സിന് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ്. ബോറോസിൽ, ഇതിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ, ബോറോസിൽ ചോപ്പർ. നിങ്ങൾ നമുക്ക് ആമസോണിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എളുപ്പത്തിൽ, അതായത് ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് എഗ് ഫുഡ് എളുപ്പത്തിലുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മെഷീനാണ്, ഒരു വെജിറ്റബിൾ ചോപ്പറാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണിത്. ഇതിൻ്റെ മെഷീനാണിത്. ഈ മെഷീൻ്റെ ഇതിലും ബോറോസിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് ഇതിൻ്റെ വാറണ്ടി, അതുപോലെ യൂസർ മാനുവലെല്ലാം അതിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ജാറ്. നമുക്ക് കാണാം, സിമ്പിൾ സംഭവമാണ്. ഇതിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു സംഭവമാണത്. അതായത് നമ്മൾ ടേബിളിലൊക്കെ വെക്കുമ്പോൾ സ്ലിപ്പാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലൊരു റബ്ബറിൻ്റെ ബുഷുണ്ട്. അത് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് വാഷ് ചെയ്യാനെല്ലാം വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ജാറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് വാഷ് ചെയ്യാൻ. എല്ലാവർക്കും അതുകൊണ്ട് വളരെ മടിയാണ് ജാറൊക്കെ ഉപയോഗിക്കാൻ. ഇത് നമ്മൾക്ക് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൈയൊക്കെ ഇട്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് നല്ല സൗകര്യത്തിൽ, കൈയൊന്നും മുറിയില്ല, ക്ലീൻ ചെയ്യാനൊക്കെ വളരെയധികം സിമ്പിൾ മെത്തേഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലേഡ് ഇതാണ്. ഈ ബ്ലേഡ് നമ്മൾ നെട്ടും ബോൾട്ടൊന്നും ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ ത്രെഡില്ലാത്ത ഈ ഭാഗം അടിയിലായിട്ട് നമുക്ക് വെറുതെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടാവും ചെറിയൊരു പിന്നുണ്ട്. ആ പിന്നിൽ നമ്മളിതൊന്ന് വെറുതെ ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ കറങ്ങുന്ന രീതിയിലുള്ള സംഭവമാണ്. ഇതിൽ വേറെ മുകളിൽ നമുക്ക് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറ്റി കഴുകുകയും, അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ചോപ്പ് ചെയ്തതിന് ശേഷം ഇത് മാറ്റിയിട്ട് നമുക്ക് വെജിറ്റബിൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ ടോപ്പിന് ചെറിയൊരു ലോക്ക്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഈ ലോക്കിൽ നമ്മളൊരു പിന്ന് ഇങ്ങനെ കറക്റ്റ് ഇത് ചെയ്തിട്ട് വേണം ലോക്ക് ചെയ്യാനായിട്ട്. സിമ്പിളാണ് സംഭവം. ഇത് ലോക്കായി. അതിനുശേഷം നമ്മൾ ഈ മെഷീൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട്. അത് ഇതിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്യാം. ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പവർ പ്ലഗിൽ കുത്തിയതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്തൊരു സ്വിച്ച് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ സ്വിച്ച്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഷീനാണ്. ഞാനിത് വീഡിയോ എടുക്കാനുള്ള കാരണം, ഇത് എഗ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു നിമിഷ നേരം കൊണ്ട് നമുക്ക് എഗ് ഫുഡ് എല്ലാ വെജിറ്റബിളെല്ലാം ചോപ്പ് ചെയ്തെടുക്കാം. അതുമാത്രമല്ല, അതിൻ്റെ നമ്മൾ സാധാരണ ഞാൻ ആദ്യം കാണിച്ച മെഷീനിൽ നമ്മൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈർപ്പം ഉണ്ടാവും. ശരിക്കും അളിഞ്ഞ രീതിയിലായിരിക്കും അത്. നമ്മൾ ചീകിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അളിഞ്ഞ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്ക് എല്ലാ കണ്ടനോടും മിക്സായിട്ട് അതുങ്ങൾക്ക് തിന്നാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പൊടിയായിട്ട് നമുക്ക് കിട്ടും. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എഗ് ഫുഡ് ഉണ്ടാക്കി
കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ഇത് ഉപയോഗിച്ച് വെജിറ്റബിൾ ചോപ്പ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പുതിയ വെജിറ്റബിൾ ചോപ്പറാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബോറോസിൽ എന്ന് പറയുന്ന ചോപ്പറിൻ്റെ ഒരു പാർട്ടാണിത്. ഇതിലാണ് ഇതിൻ്റെ മിക്സിയുടെ മെഷീൻ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. ഇതിവിടെയാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഇതിൻ്റെ ജാറാണ്. ജാറെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതാണ് അതിൻ്റെ ജാറ്. ഇതിൽ അളവ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഈ 600 ml വരെ നമ്മൾ ഇതിൽ ഐറ്റംസ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ടോപ്പാണിത്, ടോപ്പ്. അതിൻ്റെ ബ്ലേഡ്, അത് നമ്മളിതിൽ ബ്ലേഡ് സെറ്റ് ചെയ്യണം. ബ്ലേഡ് സെറ്റ് ചെയ്യുന്നത് വെറുതെ നമ്മളിതിൻ്റെ ഈ ഹോളുള്ള വശം, കട്ടിങ്ങില്ലാത്ത ഹോളുള്ള വശം ഈ അതിൻ്റെ അകത്തുള്ള പിന്നിൽ വെറുതെ ഇടാം. ഇത് വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ടോപ്പ് ഇവിടെ ഫിക്സ് ചെയ്യുക. ടോപ്പിന് ഇവിടെ ഒരു ലോക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഒരു കട്ടിങ് കാണിക്കുന്നുണ്ട്. ആ കട്ടിങ്ങിൻ്റെ നേരെ നമ്മൾ വെച്ചിട്ട് വേണം ഇതിലേക്ക് ലോക്കിലേക്ക് ഇങ്ങനെ ഇറക്കി ലോക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് താഴത്ത് വെക്കാം. താഴത്ത് വെച്ചതിന് ശേഷം ഈ മെഷീൻ നമ്മളിതിൽ ഫിക്സ് ചെയ്യണം. ഈ ലോക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ച് നോക്കാം, ലോക്കാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അവലാണ് ഇട്ടിരിക്കുന്നത്. അവലും എഗ്ഫുഡിൽ ചേർക്കാനുള്ള അവലാണിത്. ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഫിക്സ് ചെയ്യാം. ടോപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ മെഷീൻ ഇവിടെ പ്രസ് ചെയ്ത് വെക്കാം. അതിനുശേഷം അത് സ്വിച്ച് ഓൺ ആക്കാം. അതിനുശേഷം വെറുതെ ഈ കൈ നമ്മളിങ്ങനെ ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പോസ് ചെയ്ത് ഇത് നമ്മളിതിൻ്റെ ഒരു പാർട്ടും കൂടി ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്യുന്ന ഒരു റബ്ബറുണ്ട്, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ജാറിൻ്റെ അടിയിൽ ഇത് വെറുതെ പ്രസ് ചെയ്ത് വെക്കുക. അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്കെല്ലാം ഊരി മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ സുഖമാണ്. സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ടോപ്പ് വെച്ച് ലോക്ക് ചെയ്തു. അതിനുശേഷം ഈ മെഷീൻ നമ്മളിങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കഴിയുമ്പോൾ ലോക്ക് ആയിട്ടുണ്ടോയെന്ന് അറിയാമെന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ലോക്കാണ്. അതിനുശേഷം നമ്മൾ ഈ ടോപ്പിൽ ഒരു പ്രസ്സിങ് ആണ്. ഈ ടോപ്പിൽ വെറുതെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ദൂരിയിട്ട് ഈ ടോപ്പ് വരാം. ടോപ്പ് ലോക്കുണ്ട്, ആ ലോക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ആ ബ്ലേഡ് നമ്മൾ മാറ്റിയിട്ട് ഇതിലുള്ള സാധനം ഇതിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിന് ആവശ്യമുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. എഗ്ഫുഡിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലൊന്ന് ഇതാക്കി എടുത്തിട്ടുള്ളൂ. ശരിക്കും പൊടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ജാറിൽ പൊടിച്ചാൽ മതി. അടുത്തത് ക്യാരറ്റാണ് നമ്മളിടാൻ പോകുന്നത്. ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സാധനം അതിലേക്ക് നമ്മളിടാം. ഇടുമ്പോൾ മാക്സിമം അളവ് നിങ്ങൾക്കറിയാം, മാക്സിമത്തിൻ്റെ മുകളിൽ വരരുത്. അയ്യോ, മാർക്കുണ്ടല്ലോ, കണ്ട. ഈ മാക്സിമത്തിൻ്റെ ഈ ലെവൽ വരാൻ പാടുള്ളൂ. അപ്പോൾ അത്ര ഞാൻ ഇട്ടിട്ടില്ല, അതിൽ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ടോപ്പ് ഇടാം. ടോപ്പ് ഇടുമ്പോൾ ലോക്ക് കറക്റ്റ് ഇടണം. ഓക്കെ, അതിനുശേഷം സാധനം ഫിക്സ് ചെയ്യാം. വെജിറ്റബിൾ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും നമുക്ക്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ വേറെ ഏത് കട്ടറിൽ കട്ട് ചെയ്താലും ഇത് ഭയങ്കര വെള്ളമുള്ള ഈർപ്പമുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൽ നല്ല പൊടിയായിട്ട്, ഒട്ടും ഈർപ്പമില്ലാതെ പൊടിയായിട്ട് നമുക്ക് കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വേറെ എന്തിൽ നമ്മൾ പല പരീക്ഷണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ
അതിലൊന്നും കിട്ടാത്ത ഒരു സംഭവമാണ്. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ അലങ്കാര പക്ഷികളെ വളർത്തുന്നവർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഉപകാരത്തിൽ പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂടാതെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.